ബ്ലോക്ക് ഇ സി ജിയിൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പറഞ്ഞു തരട്ടെ. അത് ടൈപ്പ് 1 ബ്ലോക്ക് ഉണ്ട്, ടൈപ്പ് 2 ബ്ലോക്ക് ഉണ്ട്, ടൈപ്പ് 3 ബ്ലോക്ക് ഉണ്ട്. എട്രിയോവെൻട്രിക്കുലർ ബ്ലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ടൈപ്പ് 1 ബ്ലോക്കിൽ പി ആർ പ്രൊളോങ്ങേഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് പി വേവ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടേ ഒരു ആർ വേവ് വരുന്നുള്ളൂ. പി ആർ പ്രൊളോങ്ങേഷൻ ഉണ്ട്, പക്ഷേ ക്യു ആർ എസ് അവിടെ മിസ്സാവുന്നില്ല. അതാണ് ടൈപ്പ് 1 ബ്ലോക്ക്. ഇനി ടൈപ്പ് 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൊബിറ്റ്സ് 1 മൊബിറ്റ്സ് 2. മൊബിറ്റ്സ് 1 ബ്ലോക്കിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ പി ആർ പ്രൊളോങ്ങേഷൻ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രൊളോങ് ആവും, എന്നിട്ട് ക്യു ആർ എസ് അങ്ങ് മിസ്സാവും. അപ്പോൾ പ്രൊളോങ് ആയി മിസ്സാവുന്നതാണ് മൊബിറ്റ്സ് ടൈപ്പ് 1. ഇനി മൊബിറ്റ്സ് ടൈപ്പ് 2 ആണെങ്കിലോ കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊളോങ്ങേഷൻ ഉണ്ടാവും. അതായത് 3 സെക്കൻഡോ 4 സെക്കൻഡോ പി ആർ പ്രൊളോങ് ആയിട്ട് നിൽക്കും, അതിനുശേഷം വീണ്ടും പി ആർ പ്രൊളോങ് ആയിട്ട് നിൽക്കും, പി ആർ പ്രൊളോങ് ആയിട്ടിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, സഡൻലി ക്യു ആർ എസ് ആബ്സെന്റ് ആയിരിക്കും. അതാണ് മൊബിറ്റ്സ് ടൈപ്പ് 2. ഇനി ടൈപ്പ് 3 ബ്ലോക്ക് എന്ന് എന്താണ്? പിയും ക്യു ആർ എസുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല. പി വരുന്നത് പോലെ അല്ല ക്യു ആർ എസ്. പി കഴിഞ്ഞിട്ട് ക്യു ആർ എസ് വരും, പിന്നെ ഒരു പി വരും, പിന്നെ ഒരു പി വരും, പിന്നെ ക്യു ആർ എസ് വരും, പിന്നെ ക്യു ആർ എസ് വരും. ഒരു ബന്ധവും ഇല്ല. പിയും ക്യു ആർ എസുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ വന്നാൽ അതിനെയാണ് നമ്മൾ ടൈപ്പ് 3 ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് കൂടുതൽ ഡേഞ്ചറസ്? അവസാനത്തെ രണ്ടെണ്ണം, അതായത് മൊബിറ്റ്സ് ടൈപ്പ് 2 ടൈപ്പ് 3 ബ്ലോക്കുമാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള നിമോണിക്സും ടിപ്സുമായിട്ട് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ടേക്ക് കെയർ ഓൾ.